ഫിലിമിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറയാൻ പറഞ്ഞു? ആസിഫ് അലി. 8 സിനിമ തന്നെ ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ് ചെയ്തത്. പിന്നെ വേറെ? പിന്നെ ഫഹദ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചു നോക്കാനും വിളിക്കേണ്ട താമസം ഡോറ് വന്ന് തുറന്നത് ഫഹദ് തന്നെ. അത് കഴിഞ്ഞു നമ്മൾ ഫോട്ടോ എടുത്തു. ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ചെത്താന്ന് പറഞ്ഞിട്ട് ചെത്തി എല്ലാവരും കൂടി കഴിച്ചു. ഇറങ്ങാൻ നേരത്തെ ഒരു കവർ എന്തെന്നോ, ആ കവർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഒരു ഫോട്ടോയ്ക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. മലയാളത്തിൽ ഇന്ന് ഉള്ള ആക്ടേഴ്സിൽ യങ് ആക്ടേഴ്സ് ആട്ടെ പ്രായമുള്ള ആക്ടേഴ്സ് ആട്ടെ എല്ലാവരുടെയും കൂട്ടത്തിൽ അഭിനയിച്ചു അല്ലേ? മോഹൻലാലും ഊർവശിയും മാത്രം അഭിനയിക്കാനുള്ളൂ, ബാക്കിയുള്ളൂ. മഞ്ജു വാര്യറിനെ മഞ്ജുവാരുടെ കൂടെ സിനിമയല്ല പരസ്യം കിച്ചൺ ഡ്രഷേഴ്സ് പരസ്യം 2 രണ്ടെണ്ണം 1 and 2 ചെയ്തു. പിന്നെ വരാൻ പോകുന്ന വെറൈറ്റി ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അയ്യോ എല്ലാം വെറൈറ്റിയാണ്. ഇനി വരുന്ന എല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസമുള്ള ക്യാരക്ടേഴ്സാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമുക്ക് അടുത്തൊരു റൗണ്ടിലേക്ക് പോവാം. അതായത് നീരജ് മാം അഭിനയിച്ച കുറച്ച് പടങ്ങളുടെ പേര് പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് അതിൽ ഉള്ള ആക്ടേഴ്സിന്റെ പേര് പറയണം. ആ, എല്ലാം മെയിൻ ആയിട്ടുള്ള പടങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. പെട്ടെന്ന് പറയാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ? അയ്യോ ഓക്കെ. രക്ഷാധികാരി ബൈജു. അലൻസിയർ. ഓ കൂടെയുള്ളവരുടെ പേര് പറഞ്ഞു. ആസിഫ് അലി. ആസിഫ് അലി പറയാൻ പറ്റും. അല്ല രക്ഷാധികാരി ബൈജു ആണ് പറഞ്ഞത്. ദീപക് പറമ്പോൾ. ദീപക് പറമ്പോളിന്റെ രക്ഷാധികാരി ബൈജു ആണ്. ഓക്കെ. ഞാൻ വിചാരിച്ചത് തൃശ്ശൂർപേരൂർ ക്ലിപ്പ് എന്നുള്ള തൃശ്ശൂർപേരൂർ എന്നുള്ള നിലയ്ക്കാ പറഞ്ഞത്. വൈറസിൽ ഇഷ്ടം പോലെ ദർശനം ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട്. ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, എല്ലാരും. നിങ്ങൾ ആ സെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ദർശനായിട്ട്? ഐ മീൻ നിങ്ങൾ രണ്ട് സ്ഥലത്തല്ല? വേറെ അപ്പൊ രണ്ടുപേരെ വിളിച്ചപ്പോ സെപ്പറേറ്റ് ആയിട്ടാണോ വിളിച്ചത്? അതെ വേറെ തന്നെ. സൗബിൻ മോനുണ്ടല്ലോ. തരംഗം. ശരിയാ. പുള്ളിക്കാരൻ സ്റ്റാർ മെയിൻ ആയിട്ടുള്ളതാണ്. സൺഡേ ഹോളിഡേ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപർണയുണ്ട്. കൂടെ അഞ്ജലി മേനോന്റെ പടം. ദർശനുണ്ട്, റോഷനുണ്ട്, കെട്ടിയോളാണ് എന്റെ മാല. ആസിഫ് അലി. ഓക്കെ. നായികയുടെ നടുപ്പേര് ഓർമ്മയുണ്ടോ? വീണ. അള്ളു രാമേന്ദ്രൻ. അത് കുഞ്ചാക്കോ ബോബൻ അല്ലേ? അതെ. മണിയറയിൽ അശോകൻ. ഷംസുവിന്റെ പടം. എനിക്കൊന്ന് കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് വന്നൊരു പടമാണിത്. ജേക്കബ് ഗ്രിഗറി. ഒരാളും കൂടി ഉണ്ടല്ലോ. അനുപമ പരമേശ്വരൻ. സി യു സൂൺ. ഇത് പറയണം. ഫഹദ് ഫാസിൽ, ദർശന, റോഷൻ. ഹലാൽ ലവ് സ്റ്റോറി. ഷറഫുദ്ദീൻ. ഫൈനലി ആവേശം. ഡയറക്ടറുടെ പേരാണോ പറയുന്നത്? അല്ല, കോ ആക്ടറുടെ പേര്. കോ ആക്ടർ പിന്നെ മിഥുൻ, ഫഹദ്, റോഷൻ എന്ന് പറഞ്ഞാൽ റോഷൻ ഷാനവാസ്. ഞാൻ എന്തിനാ ഈ റൗണ്ട് വെച്ചത് തന്നെ എന്തിനാന്നറിയോ? മലയാളത്തിൽ ഇന്ന് ഉള്ള ആക്ടേഴ്സിൽ യങ് ആക്ടേഴ്സ് ആട്ടെ പ്രായമുള്ള ആക്ടേഴ്സ് ആട്ടെ എല്ലാവരുടെയും കൂട്ടത്തിൽ അഭിനയിച്ചു അല്ലേ? മോഹൻലാലും ഊർവശിയും മാത്രം അഭിനയിക്കാനുള്ളൂ, ബാക്കിയുള്ളൂ. മഞ്ജു വാര്യറിനെ മഞ്ജുവാരുടെ കൂടെ സിനിമയല്ല പരസ്യം കിച്ചൺ ഡ്രഷേഴ്സ് പരസ്യം 1 and 2 ചെയ്തു. അപ്പൊ ഇത്രയും പേര് കൊടുത്ത് അഭിനയിച്ചതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഫിലിമില് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറയാൻ പറഞ്ഞ ആരും? 2-3 പേര് പറയട്ടെ. അല്ല, എന്നാലും ഫിലിമിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറയാൻ പറഞ്ഞ? ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ ആസിഫ് അലി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു 8 സിനിമ തന്നെ ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ് ചെയ്തത്. അവസാനം ചെയ്തിരിക്കുന്ന ആഭ്യന്തര കുറ്റവാളിയിലും ആസിഫ് അലിയുടെ അമ്മ തന്നെയാണ്. അപ്പൊ അത് കാരണം ആസിഫ് അലി. അത് ശരി. പിന്നെ ഫഹദ് ആണല്ലേ? ഇടയ്ക്ക് വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ പിന്നെ സി യു സൂണില് വില്ലന്റെ ഭാര്യയായിട്ടൊരു ഫോട്ടോയിലേക്ക് തന്നെ വിളിക്കല്. അങ്ങനെയല്ല, ദർശനോട് ചോദിച്ചു അമ്മയെ വിളിക്കട്ടെ. അല്ല, ഫഹദിനൊരു വിഷമം. ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് വിളിച്ചു നോക്കാനും വിളിക്കേണ്ട താമസം വണ്ടി വിട്ടു. ഞാൻ അവിടെ എത്തി. അന്ന് കൊറോണയുടെ പീക്ക് ടൈമാ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അവിടെ.
ഡോറ് വന്ന് തുറന്നത് ഫഹദ് തന്നെ, അവരുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് നടക്കണേ. ഫഹദ് തന്നെ തുറന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി വൈറസിൽ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരു അവാർഡ് കിട്ടിയ പോലത്തെ അത്ര സന്തോഷം. ഫഹദിൻ്റെ പോലെ ഒരാളത് പറയാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ചെത്താന്ന് പറഞ്ഞിട്ട് ചെത്തി എല്ലാവരും കൂടി കഴിച്ചു. ഇറങ്ങാൻ നേരത്തെ ഒരു കവർ എന്തെന്നു, ആ കവർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഒരു ഫോട്ടോയ്ക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു ശരിക്കും, സീരിയസ്ലൊരു ഫോട്ടോ എടുക്കാൻ പോയത്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഏതെങ്കിലും ഒരു ആഡിൽ വർക്ക് ചെയ്തോ? ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രൊമോഷൻസ് കുറേ ചെയ്തിട്ടുണ്ട്. അതായത് എടുത്തു പറയത്തക്കത്, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും മനസ്സിനോട് ഇതായിട്ടുള്ള ജനന്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വർക്കിൽ, അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടുള്ളൊരു ഇതാണ്. അതിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തേക്കണേ. പിന്നെ ഓല ഔട്ട് സ്റ്റേഷൻ, പിന്നെ തനിഷ് ജ്വല്ലറി, സീ കേരളത്തിൻ്റെ പ്രൊമോഷൻസിൽ, അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ ഒരുമിച്ച് ഒരുപാട് മൂന്നുപേരും ഒരുമിച്ച് ചെയ്തോ? ദർശനായിട്ട് ചെയ്തോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ഹോളിഡേ അല്ല, വിജയ് സൂപ്പറും പൗർണമിയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചില്ല. പക്ഷെ ഞങ്ങളൊരു ചെറിയ ഇത് ചെയ്യേണ്ട ദർശനയും അതിലുണ്ട്, ആർജെ ആയിട്ടുള്ള അത്. അപ്പോൾ അങ്ങനെ അതിൽ 3 പേരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ക്രീനിൽ 3 പേരും ഒരുമിച്ച് വന്നില്ല. പക്ഷെ ഉടനെ അത് നടക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴേലും ഇപ്പം സമയം ഇല്ല, തിരക്കാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു തിയേറ്റർ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നാറുണ്ട്? ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഓഫർ വന്നിട്ടുണ്ട്, സിനിമയ്ക്ക് മുമ്പേ വന്നിരുന്നു. തിയേറ്റർ എന്താ വെച്ചാലേ, അത് ഇപ്പൊ സിനിമയ്ക്ക് പോയി നമ്മൾ പോയിട്ട് ഒരു ഇത്ര ദിവസം അത് കഴിഞ്ഞു അങ്ങനെയല്ല. തിയേറ്ററിന് ഒരു ലോങ് കമ്മിറ്റ്മെന്റ്. കാരണം എന്താ വെച്ചാൽ റിഹേഴ്സൽസ് മാസങ്ങളോളം റിഹേഴ്സലൊക്കെ ചെയ്തിട്ടായിരിക്കും ഇതൊരു ഒരു സ്റ്റേജിലേക്ക് എത്തുക. അതിന് ഒരുപാട് കമ്മിറ്റ്മെന്റ് വേണം, ഒരുപാട് ഹാർഡ് വർക്കാണ്. ഒരു പരസ്യം പോയി ചെയ്തു വരണതോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കുറച്ച് ദിവസം ചെയ്യണോ പോലെ അല്ലാതെ. അപ്പം അത് അത്രയ്ക്ക്, അതുകൊണ്ടാണ് സീരിയൽ പോലും കുറേ ദിവസത്തെ ആണല്ലോ. നമ്മളൊരു അല്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഭാവനയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തിയേറ്റർ ആണല്ലോ. 4 പേരെയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും കാണണമെങ്കിൽ ഒരു തിയേറ്ററിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അതെന്തായാലും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര അത് ദർശനയുടെ വരുന്നുണ്ട് ഇപ്പൊ, മറ്റേ വരുന്നുണ്ട്, മറ്റേ കാണാൻ വരും. 28 ഫെബ്രുവരി 28 മാർച്ച് 1, 2 അവരുടെ നാടകം നടക്കാൻ. ആ സമയത്ത് വരും. ആഡ്സ് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരുപാട് ആഡുകളുടെ ഭാഗമായിട്ടുണ്ടല്ലേ ഇപ്പം? ഞങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓവറോൾ ഒരു 10-20 പരസ്യമെങ്കിലും ചെയ്തിട്ടുണ്ട്. പരസ്യം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചെറിയ ഷോർട്ട് മ്യൂസിക് വീഡിയോസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ സൈക്കിൾ അഗർബത്തി ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ, അതെ. പിന്നെ അതേമാതിരി ഈഴവ മാട്രിമോണിയുടെ പരസ്യം, അതാണ് ലാസ്റ്റ് ഞാൻ ചെയ്തിരുന്ന ഒരെണ്ണം. പിന്നെ അതിനേക്കാൾ ഉപരി സൺലൈറ്റ് ഉണ്ട്, കുറേ പരസ്യങ്ങളുണ്ട്. ലിനൻ ക്ലബിന്റെ കഴിഞ്ഞ ഓണത്തിന്റെ പരസ്യത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നീരജ മാമിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പൊ സിനിമകളിലെ ഭാഗമാവുന്നവർ ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമാവുന്നത് ചിലപ്പോൾ ഒരു പരിധി വരെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ എപ്പോഴും നല്ല നല്ല ഡയറക്ടേഴ്സ് വളർന്നു വരുന്നതും ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെ ആയിരിക്കാം അല്ലെ? അവർക്കൊരു പോർട്ട്ഫോളിയോ ആയിട്ടൊക്കെ ഒരു വർക്ക് ചെയ്യുന്നത് അവർ ഷോർട്ട് ഫിലിമിൽ കൂടെ. അങ്ങനെയുള്ള ഒന്നിലധികം ഷോർട്ട് ഫിലിമിന്റെ എന്റെ മെയിൻ ശരിക്കും പറഞ്ഞാൽ അഭിനയ പ്രാധാന്യമുള്ള എല്ലാം ഷോർട്ട് ഫിലിം കൂടി. രഘുനാഥ് സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ ലവ്, അതൊക്കെ അതും മർമരവും ഇപ്പൊ ഈ NFR ഫെസ്റ്റിവലിനുണ്ടായിരുന്നു, ഷെന്യോ ഫിലിം ഫെസ്റ്റിവലിനുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ 2 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ വെച്ചാൽ നമുക്ക് കുറേയും കൂടി ഇമ്പോർട്ടൻസും അഭിനയിക്കാനുള്ളതും കൂടുതലുണ്ടാവുന്നതും അത് തന്നെയായിരുന്നു. ആൻഡ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി ശരിക്കും. ഇനി വരാൻ പോകുന്ന വെറൈറ്റി ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അയ്യോ, എല്ലാം വെറൈറ്റിയാണ്. ഇനി വരുന്ന എല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസമുള്ള ക്യാരക്ടേഴ്സ്. ചൂസ് ചെയ്യുമ്പോഴും മനഃപൂർവ്വം ആ ഒരു ഇത് ശ്രദ്ധിക്കാറുണ്ട്. എനിക്കൊക്കെ എന്ത് ചൂസ് ചെയ്യാൻ കിട്ടുന്നത് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ ഇതുവരെ കിട്ടിയതൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ്. ഇതിലിപ്പോ എന്താ വെച്ചാല് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടാലും. പക്ഷെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അതായത്
സിനിമകളിൽ വരണമെന്നോ അല്ലെങ്കിൽ പരസ്യങ്ങൾ ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കണം, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കണം ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ചിലപ്പോൾ അതിനേക്കാൾ ഇപ്പം നമുക്കൊക്കെ വന്നു വരുന്നത് എന്തോ വലിയ അനുഗ്രഹങ്ങളാണ്. അതായത് അത് പറയാതെ വയ്യ, ഭാഗ്യം ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നല്ല 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 പ്രോജക്റ്റുകളുടെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഇനി മുന്നോട്ടും ഏറ്റവും നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമായി ഇതുപോലെ നല്ല ആക്റ്റീവായി എന്താ പറയുക, എല്ലാവർക്കും ഒരു മോഡലാണ്. ഞാൻ നിങ്ങളുടെ ഫാമിലിനെ നോക്കി കാണുന്നത് അങ്ങനെയാണ്. അപ്പം എല്ലാവരും ആർട്ടിസ്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, ഒരു വർക്ക് ഇറങ്ങുമ്പോൾ ഓടി അവിടെ എത്തുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബോണ്ട് നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി ദർശനയുടെയും ഭാവനയുടെയും ഒരു ഐഡന്റിറ്റിയിലല്ലാതെ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. ബിബു അവരുടെ മാത്രമല്ല, ബിബിമോന്റെ കൂടെ അമ്മയാണ്. അപ്പം അടിപൊളിയാവട്ടെ എല്ലാ കാര്യങ്ങളും. എല്ലാവിധ ആശംസകളും. ലൈഫ് നെറ്റ് ടി വിയിൽ വന്നതിന് ഒരുപാട് സന്തോഷം. ഞങ്ങൾ ലൈഫ് നെറ്റ് ടി വിയിൽ ഞങ്ങൾ വിളിച്ചതിനും അഞ്ചു ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലൊക്കെ ഉള്ള സന്തോഷം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷം. ഒരുപാട് സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.